ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു എൻ്റെ മുഖത്ത് ഈ കുരു ഇപ്പോൾ കണ്ടോ, ഇപ്പം ഈ ഒരു പാടൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഇവിടെയൊക്കെ നിറച്ചു കുരുവായിരുന്നു. അപ്പോൾ ആ കുരുവൊക്കെ പോയത് എന്താണ്, സാൽസിലിക് ആസിഡ് വരുന്ന ഈ ഒരു സാൽസിലിക് എന്നൊരു ഫോമിങ് ഫേസ് വാഷാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഫേസ് വാഷ്. അപ്പം ഞാനിത് 2ാമത്തെ ബോട്ടിലാണ് മേടിച്ചേക്കണത്. ആദ്യത്തെ ബോട്ടിൽ ഓൾറെഡി കാലിയായി ഗൈസ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്തോരം വർക്കിംഗ് ആണെന്ന്. അടിപൊളി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാം. മുഖക്കുരു എല്ലാം എല്ലാവർക്കും ട്രൈ ചെയ്യാം. പക്ഷേ ഒരു കാര്യം, ഡെർമറ്റോളജിസ്റ്റെ കണ്ടൊന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ. ഇത് ഞാൻ പേഴ്സണലി എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളായി. അതുകൊണ്ടാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 399 ഇതിൽ കാണിക്കുന്നത്. ഇതിൽ 399 കാണിക്കുന്നത്. പക്ഷെ നമുക്ക് ഫാർമസിയിൽ നിന്നൊക്കെ മേടിക്കണേ, ഡിസ്കൗണ്ട്സ് ഒക്കെ ഉള്ള ഫാർമസിയിൽ നിന്നൊക്കെ മേടിക്കണമെങ്കിൽ നമുക്ക് നല്ല ഡിസ്കൗണ്ട് സാധനം കിട്ടും. പിന്നെ ഇത് ഫോമിംഗ് ആണ്. 1 മാസം 1.5 മാസം വരെ നമുക്കിത് കിട്ടും. ഒരു പമ്പ് ചെയ്യുന്ന ഒരു ടൈപ്പാണ്. ഫോമിംഗ് ആണ് പ്രോഡക്റ്റ്. സാൽസിലിക്കിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് സിപ്ല എന്ന കമ്പനിയുടെ സാൽസിലിക് ആസിഡ് വരുന്നത്. അപ്പോൾ ഇതിൽ സാൽസിലിക് ആസിഡ് എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് 1% ഉണ്ടോ, 1% സാൽസിലിക് ആസിഡ് ഇതിൽ വരുന്നുണ്ട് ഗൈസ്. സോ ദിസ് ഈസ് മൈ പേഴ്സണൽ ഫേവറേറ്റ് ഫേസ് വാഷ്. അപ്പോൾ മുഖത്തുകുരുള്ള ആൾക്കാരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഒരാഴ്ചയൊക്കെ ഫേസ് വാഷ് ഇത് വെച്ച് ചെയ്തിട്ട് അയ്യോ കുരു പോയില്ലല്ലോ എന്ന് ഒരു പ്രൊഡക്റ്റിലും പറയരുത്. അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു 1 മന്ത് 2 മന്തൊക്കെ നമ്മളിത് യൂസ് ചെയ്തായിരുന്നു. പക്ഷെ എനിക്ക് കറക്റ്റ് ഒരു മാസത്തിൽ നല്ല റിസൾട്ട് ഉണ്ടായി. കാരണം ഞാൻ ഇതിനും കൂടുതൽ ഓയിൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് അതുകൊണ്ട് ഡെർമറ്റോളജിനെ കണ്ടിട്ട് തന്നെയാണ്. കാരണം ഇവിടെയൊക്കെ നിറച്ച് കുരുവായിരുന്നു കേട്ടോ. അപ്പം ആ കുരുവൊക്കെ പോയി. ഇപ്പം അതിൻ്റെ പാടൊക്കെ ഉണ്ട്, അതൊക്കെ പയ്യെ പോവും. എന്നാലും വലിയ പ്രശ്നമില്ല. അതിനെ എന്നെ ഹെൽപ്പ് ചെയ്തത് സാൽസിലിക് ആസിഡിൻ്റെ സാൽസിലിക് എന്ന് പറയുന്ന ഒരു ഫോമിംഗ് ഫേസ് വാഷാണ് ഗൈസ്. പിന്നെ അതുപോലെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ തലയിൽ താരനുണ്ടാകുന്ന നോക്കണം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പില്ലോസ് വീക്കിലി 3 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ മാറ്റുക. കാരണം താരനുണ്ടെങ്കിൽ അത് നമ്മുടെ ബ്ലഡിൽ പില്ലോയിലാകും. അത് നമ്മുടെ ഫേസിലും എല്ലാമായി നമുക്ക് കുരു വരാൻ സാധ്യതയുണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് കാരണം നമുക്ക് ഫേസിൽ കുരുണ്ടാവും. അപ്പോൾ അത് ഡെർമറ്റോളജിനെ കണ്ടപ്പോൾ എനിക്ക് കുറച്ചധികം പ്രൊഡക്ട്സ് എഴുതി. അതിലെനിക്ക് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ഉണ്ടായിരുന്നു. ഞാൻ ഷാമ്പു യൂസ് ചെയ്യണൊപ്പം തന്നെയാണ് ഞാൻ എനിക്ക് അവർ തന്ന ഇപ്പോൾ ചിലപ്പോൾ ആ ഒരു കണ്ടന്റ് എൻ്റെ ഫേസിൽ വർക്കാവാത്തതുകൊണ്ടായിരിക്കാം ആ ഒരു ഓയിൽമെൻറ്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് എനിക്ക് കുരു കൂടുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ അതെല്ലാം ഒഴിവാക്കിയിട്ടാണ് നേരെ ഈ ഒരു സാധനത്തിലേക്ക് പോയത്. ഇത് 1 മാസത്തിനുള്ളിൽ എനിക്ക് അടിപൊളി റിസൾട്ട് തന്നെ. അടിപൊളി റിസൾട്ട് ഉണ്ട്. അത്യാവശ്യം നമ്മുടെ ടാനെല്ലാം പോയിട്ടുണ്ട് ഗൈസ്. അതുമല്ല എൻ്റെ കുരു പോയി. അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഞാൻ എൻ്റെ നേരത്തെ ഉള്ള ഫോട്ടോയും ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാം. എന്നൊക്കെ പറഞ്ഞത് ഇത് കുരുവല്ല, ഇത് മറ്റേ അരിമ്പാറ എന്തോ സംഭവം പറയാം. അരിമ്പാറ അല്ല, ചെറിയൊരു കുഞ്ഞു സാധനം പറ്റില്ലേ, ആ സാധനോട് ഇതൊക്കെ കണ്ടു. ഇതൊക്കെ ആ ഒരു സംഭവമാണ്, അല്ലാണ്ട് കുരുവായിട്ടൊന്നും ഇല്ല. ചെറിയൊരു പാടൊക്കെ അതൊക്കെ പയ്യെ പൊയ്ക്കോളും. എന്നാലും നമുക്ക് വലിയ കുരുവൊന്നും ഇപ്പം ഇല്ലല്ലോ. ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ഞാൻ യൂസ് ചെയ്തത് ഞാൻ ഇവിടെ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റാണ് ഞാൻ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ആയിട്ട് യൂസ് ചെയ്തത്. അടിപൊളി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു യൂസ് ചെയ്യണമെങ്കിൽ വീക്ക്ലി 1 ടൈം യൂസ് ചെയ്യാം. അതിനുശേഷം വീക്ക്ലി 2 ടൈംസ് യൂസ് ചെയ്യാം നെക്സ്റ്റ് വീക്ക് തൊട്ട്. അങ്ങനെ പയ്യെ നമുക്ക് യൂസ് ചെയ്ത് തുടങ്ങും. ഡെയിലി നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യരുത്. അങ്ങനെ യൂസ് ചെയ്താൽ നമ്മുടെ താരനും കാര്യങ്ങളെല്ലാം പോവും, നമ്മുടെ ഫേസും ക്ലിയർ ആവും. തരാ. അപ്പോൾ എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത കുറേ ഓയിൽമെൻ്റ് ഉണ്ടായിരുന്നു. ഇത്രയധികം ഓയിൽമെൻറ്റ് ഉണ്ടെന്ന് ഗൈസ്. പക്ഷേ ഇതൊന്നും തേച്ചിട്ട് എനിക്ക് യാതൊരു റിസൾട്ടും ഉണ്ടായില്ല. ചിലപ്പോൾ അത് എൻ്റെ സ്കിന്നിന് പറ്റാത്തതുകൊണ്ടായിരിക്കാം. ഇതൊന്നും എനിക്ക് വർക്കായില്ല. അങ്ങനെയാണ് ഞാൻ ഈ ഒരു സാധനം മേടിച്ച് തേച്ചത്. ഇത് ഞാൻ വർക്ക് ചെയ്തത് ഫാർമസിയിൽ തന്നെ മേടിച്ചത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് പക്ക അടിപൊളിയാണെന്ന് പറഞ്ഞാൽ പക്ക അടിപൊളിയാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരാഴ്ച 1 നേരം വെച്ചിട്ട് നമ്മളിത് യൂസ് ചെയ്യുക. പിന്നത്തെ ആഴ്ച തുടങ്ങി 2 നേരം വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്ത് വെച്ചിട്ട് കണ്ടോ. ഇതിൻ്റെ ഫോം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, കണ്ട ഈ ഒരു ഇതിലാണ് വരുന്നത്. നമുക്ക് ഈ ഒരൊറ്റ പമ്പിൽ പമ്പ് ചെയ്തിട്ട് നമുക്ക് ഫേസ് വാഷ് ചെയ്യാവുന്നത്. എൻ്റെ പ്രോഡക്റ്റ് പോയി ഇത്ര ഗൈസ്. എൻ്റെ അത്രയും ഫേസ് വാഷ് വെറുതെ പോയി ഗൈസ്. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ആഗ്നേ ഫ്രീ ആയിട്ടുള്ള ഫേസ് എല്ലാവർക്കും പറട്ടെ ഗൈസ്. ബൈ.